രജിസ്ട്രാറെ മറികടന്ന് കേരള സർവകലാശാല അക്കാഡമിക് കൗൺസിൽ വിളിക്കാനുള്ള വിസിയുടെ തീരുമാനത്തിനെതിരെ സിൻഡിക്കേറ്റ്. വ്യാജ അറിയിപ്പാണ് മിനി കാപ്പൻ അയച്ചതെന്നും തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. സർവകലാശാലയിലെ സമരത്തിനെതിരായ പൊതു താൽപര്യ ഹർജിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ വൈസ് ചാൻസലർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സർവകലാശാല സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാനുള്ള അംഗങ്ങളുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെയാണ് അക്കാഡമിക് കൗൺസിൽ ചേരാൻ VC മോഹനൻ കുന്നുമേൽ നിർദ്ദേശം നൽകിയത്. രജിസ്ട്രാർ KS അനിൽകുമാർ പദവിയിലിരിക്കെയാണ് ഇൻചാർജായി ചുമതല നൽകിയ മിനി കാപ്പൻ കൗൺസിൽ വിളിക്കാൻ ഉത്തരവിറക്കിയത്. അടുത്ത മാസം 14-ന് അക്കാഡമിക് കൗൺസിൽ ചേരുമെന്നാണ് മിനി കാപ്പൻ ഇറക്കിയ ഉത്തരവിലുള്ളത്. ഇതിനെതിരെ കടുത്ത രീതിയിലായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രതികരണം. എന്തായാലും 26-ാം തീയതി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചേ പറ്റൂ. അക്കാഡമിക് കൗൺസിലിൻ്റെ അറിയിപ്പ് കൊടുത്തു എന്ന് പറയുന്നത് അത് ഔദ്യോഗികമല്ല. രജിസ്ട്രാർ എന്ന പേരിൽ ഒരു കത്ത് പോയിട്ടുണ്ട്, രജിസ്ട്രാർ ഇൻചാർജ് എന്ന പേരിലും ഒരു കത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇതൊരു വ്യാജരേഖ ചമയ്ക്കലാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാർ പങ്കെടുത്തിരുന്നതായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കി. അതിനിടെ സർവകലാശാലയ്ക്ക് സംരക്ഷണമൊരുക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഇന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഹർജിയിൽ വസ്തുതകളും വാദങ്ങളുമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വ്യക്തത വരുത്താനും ആവശ്യപ്പെട്ടു. സത്യവാങ്മൂലം നൽകാൻ VCക്ക് കോടതി നിർദ്ദേശവും നൽകി. മീഡിയ 1 തിരുവനന്തപുരം.